ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന കാര്യം, ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരും, നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്ത. നിങ്ങളുടെ സകല കഷ്ടപ്പാടും അതോടൊപ്പം തീരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ആരാപ്പാ ഇത്, നമ്മൾ കാണാൻ പറ്റാത്ത ഒരാൾ വീട്ടിലോട്ട് വരുന്നത്? അങ്ങനെ ആളുണ്ടപ്പാ, കേട്ടുകൊള്ളുക, മൊത്തം കേട്ടുകൊള്ളുക. അത് നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറ്റുമെന്നുള്ളതാണ്. ചെയ്തു നോക്കുക, ലളിതമായ കാര്യമാണ്. അപ്പം അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പം ഫ്രീ ആകുന്നതനുസരിച്ച് റിപ്ലൈ തരും. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ, കാരണം ഒരുപാട് മെസ്സേജ് വരുന്ന കാരണം ചെയ്യുന്ന രീതി പറയും. ഞാൻ ശാസ്ത്രത്തിലേക്കുള്ള ലളിതമായി ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ഒരു തവണ ചെയ്താൽ ഫലം കിട്ടുമെന്നൊന്നും വിചാരിച്ച് ചെയ്യുകയും ചെയ്ത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് ആദ്യം തന്നെ ചെയ്യുമ്പോൾ ഫലം കിട്ടും. അതൊക്കെ അവനവൻ്റെ വിശ്വാസവും ഭക്തിയും സമർപ്പണവും പ്രയത്നവും പോലെ ഇരിക്കും. അതൊക്കെ പറഞ്ഞിട്ട് വർക്ക് എടുക്കത്തുള്ളൂ. ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല, കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇതാണ് സാഹചര്യം, പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തും. വിശദമായിട്ട് കേൾക്കുക. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നർപ്പവേ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ പലർക്കും ഉയർച്ച ഉണ്ടായാൽ തന്നെയും പിന്നെയും പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു. ദുരിതങ്ങള്, സാമ്പത്തിക ദുരിതങ്ങള്, കലഹം, വഴക്ക്, അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്താലും രക്ഷപ്പെടുന്നില്ല എന്നൊക്കെ ധാരാളം മെസ്സേജുകൾ പലപ്പോഴും വാട്സപ്പിൽ വരാറുണ്ട്. ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യം, ഇത് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരും, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സകല കഷ്ടപ്പാടുകളും മാറുമെന്നുള്ളതാണ്. അപ്പം അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ എന്തു ചെയ്താലും ഞാനീ പറയുന്ന ഒരു ശക്തിയെ വിളിച്ചാലേ നമ്മുടെ ജീവിതം മാറത്തുള്ളൂ. നമുക്ക് എല്ലാ ദേവതകളെയും പ്രാർത്ഥിക്കാം, മറ്റേത് ദേവതകളെ പ്രാർത്ഥിച്ചാലും നമ്മളുടെ ജീവിതം മാറ്റുന്ന, അത് ഓരോ കുടുംബത്തിനും വ്യത്യസ്തമാണ്. എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന, എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്ത് തരുന്ന, നമ്മളെ വഴി നയിക്കുന്ന ഒരൊറ്റ ദേവതയുണ്ട്. ആ ദേവതയെ വിളിച്ചാൽ മാത്രമേ ജീവിതം ആത്യന്തികമായിട്ട് രക്ഷപ്പെടത്തുള്ളൂ. നമ്മൾ ഏത് ദേവതയെ വിളിച്ചാലും ഈ ദേവതയെ നമ്മൾ വിളിച്ചിരിക്കണം. ഇപ്പോൾ ഒരു കുടുംബം നല്ല ഉയർച്ച പോയാൽ പോലും കുറച്ച് തലമുറ കഴിയുമ്പോൾ ചിലപ്പം തകർച്ചയിലേക്ക് പോകും. ആ കുടുംബം ആത്യന്തികമായി രക്ഷപ്പെടണമെങ്കിൽ എല്ലാ കുടുംബക്കാരും ചെയ്യേണ്ട കാര്യമാണ്, ഈ ഒരു ദേവതയെ നിങ്ങൾ ഒഴിവാക്കിയാൽ ഉറപ്പാണ് അധപ്പതനം. നിങ്ങൾ എത്ര ഉയരത്തിൽ ജീവിച്ചാലും, എത്ര ഉയരത്തിൽ സാമ്പത്തികം ഉണ്ടായാലും, ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. അത് ആരാണെന്നറിയാവോ? നിങ്ങളുടെ കുലദേവത. ഓരോ കുലത്തിനും ഓരോ കുലദേവതയുണ്ട്. ആ കുലദേവത നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. കുലദേവത നിങ്ങൾ എങ്ങനെ വിളിക്കണം, അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എല്ലാവർക്കും കുലദേവതയെ അറിയണമെന്നില്ല. ചില കുടുംബക്കാർക്കൊക്കെ അറിയാം, വീട്ടുകാർക്കറിയാം. എല്ലാ കുടുംബത്തിനും ഉണ്ട് കുലദേവത. അപ്പം കുലദേവതയെ അറിയാത്തവർ ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ച്, ഞാനീ പറയുന്ന രീതി രാവിലെ കുലദേവതയെ വിളിക്കുക. അച്ചട്ടാണ് ആ കുലദേവത നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരും. നമുക്കത് കാണാൻ പറ്റത്തില്ല, അദൃശ്യമായ ശക്തിയാണ്. അമ്മ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. സർവ സമ്പത്തും ഐശ്വര്യ ഉയർച്ചയും. അതുപോലെ വേറൊരു ദേവതയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അതായത് ആ കുടുംബത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും കുലദേവതയിലാണ് ഇരിക്കുന്നത്, ആ കുടുംബത്തിന്റെ ദേവതയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ചിലർക്ക് കുലദേവത സുബ്രഹ്മണ്യനായിരിക്കും, ചിലർക്ക് മുരുകനായിരിക്കും, ചിലർക്ക് ശിവനായിരിക്കും, ചിലർക്ക് കൃഷ്ണനായിരിക്കും, ചിലർക്ക് ഭദ്രകാളിയായിരിക്കും. ഇനി നിങ്ങൾക്ക് അറിയത്തില്ല എന്നെങ്കിൽ അറിയാവുന്നവരും ആ ദേവതയെ പ്രാർത്ഥിക്കുക, ക്ഷേത്രത്തിൽ പോവുക, അതൊക്കെ ചെയ്യണം. എന്നാലും വീട്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി അറിയാൻ വയ്യാത്തവരും വീട്ടിൽ ഞാനീ പറയുന്ന ഒരു മന്ത്രം ജപിച്ച്, ഞാനീ പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കാര്യം കൂടെ ചെയ്യണം. ആ കുലദേവത നിങ്ങളുടെ വീട്ടിലേക്ക് വരും, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും, ഉറപ്പാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, അദൃശ്യമായ ശക്തിയാണ്. നിങ്ങളുടെ ജീവിതം അമ്മ മാറ്റും.
കുലദേവത ആരും ആയിക്കോട്ടെ, ദേവിയോ ആയിക്കോട്ടെ. അപ്പോൾ ആ കുലദേവതയെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കുലദേവതയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. ഇത് നിങ്ങൾ ഏതൊരു കുടുംബക്കാരും ചെയ്യേണ്ട കാര്യമാണ്, ഏതൊരു വീട്ടിലും ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ എത്ര നിങ്ങൾ ഉയർച്ചയിലേക്ക് പോയാലും പിന്നെ ഏതെങ്കിലും ഒരു തലമുറ അധപതനത്തിലേക്ക് പോകും. സംശയം വേണ്ട. കുലദേവതയെ വിളിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ ദേവതയാണ് നിങ്ങളുടെ കുലം, നിങ്ങളുടെ കുലത്തിന്റെ ദേവതയാണ് നിങ്ങളുടെ കുടുംബദേവത. അപ്പൊ ഈ കുടുംബദേവതയെ വിളിക്കാതെ, അല്ലെ കുലദേവതയെ വിളിക്കാതെ മറ്റ് എല്ലാ ദേവതകളെയും നമുക്ക് വിളിക്കാം. പക്ഷേ കുലദേവതയെ വിളിച്ചില്ലെങ്കിൽ എന്തു ചെയ്താലും രക്ഷപ്പെടത്തില്ലെന്നുള്ളതാണ്. അപ്പൊ അതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കുലദേവതയെ വിളിക്കേണ്ട പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയാലേ നിങ്ങൾ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആ കുലദേവതയെ എന്തുകൊണ്ട് വിളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെയൊക്കെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിയുണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിന്റെ നമ്മൾ തലമുറകളിലേക്ക് പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു തലമുറയിൽ ഈ കുടുംബത്തിലുള്ളവർ ഒരു ദേവതയ്ക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ദേവതയ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ദേവതയോടുള്ള ഞങ്ങളുടെ കുടുംബത്തിനെ രക്ഷപ്പെടുത്തണം, അതിന് ഒരു ദേവതയോട് അവർ കീഴ്പ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ ദേവത ഒരു വ്യവസ്ഥയാണത്. ആ ദേവതയ്ക്ക് കീഴ്പ്പെടുമ്പോഴുള്ള ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ആ ദേവത ഈ നിങ്ങളുടെ കുടുംബത്തിലെ അവസാന തലമുറ വരെയും ആ കുടുംബത്തെ സംരക്ഷിക്കും. പക്ഷേ ആ ദേവതയെ നിങ്ങൾ വിളിച്ചിരിക്കണം. അങ്ങനെ ഒരു വ്യവസ്ഥയിലാണ് ആ ദേവതയ്ക്ക് കീഴ്പ്പെടുന്നത്. അത് ചിലപ്പം ഭദ്രകാളി ആയിരിക്കും, ചിലപ്പം മുരുകനായിരിക്കും, ചിലപ്പം ഗണപതി ആയിരിക്കും, പല ദേവതകളാകാം, ചിലപ്പം കൃഷ്ണനായിരിക്കാം. പല കുടുംബത്തിൻ്റെയും പല കുടുംബദേവതകളാണ്, കുലത്തിന്റെ ദേവതകൾ. ഇപ്പം ചില കുലദേവതയെ അറിയത്തില്ല. അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അറിയാത്തവരും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ കാണണം. ഇത് ചെയ്തു. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല, ഇത് ചെയ്തു. നിങ്ങളുടെ വീട്ടിൽ ഭർത്താവിന് നല്ല ജോലി കിട്ടുന്നില്ല, ആ ജോലി ഉയർച്ച കിട്ടുന്നില്ല, ഒരു തരത്തിൽ രക്ഷപ്പെടുന്നില്ല, ലോണ്, കടം, സാമ്പത്തിക ദുരിതങ്ങളെ, കുലദേവതയെ ഞാൻ ഈ പറയുന്ന പോലെ വിളിച്ചു, നിങ്ങളുടെ ജീവിതം മാറി തുടങ്ങും. വീട്ടിലെന്നും കലഹമാണ്, വഴക്കാണ്, ബഹളമാണ്, ഒരു രക്ഷയില്ല ജീവിക്കാൻ. സ്ഥലങ്ങളൊക്കെ വിറ്റ് പോവുകയാണ്. ചിലർ വാടകയ്ക്ക്, ചിലർക്ക് സ്ഥലങ്ങൾ മേടിക്കാൻ പറ്റുന്നില്ല, വീടുണ്ടാകുന്നില്ല, ഭൂമി ഉണ്ടാകുന്നില്ല. മക്കളൊക്കെ ചില മോശം കൂട്ടുകെട്ടുകളെ, ലഹരി, ഇങ്ങനൊക്കെ പല ദുരിതങ്ങളിൽ പെടുന്ന നശിക്കുന്നവരും കുലദേവതയെ വിളിച്ചോ രക്ഷപ്പെട്ടിരിക്കും. മറ്റു ദേവതകളെ നമ്മൾ വിളിക്കണം, പക്ഷെ കുലദേവതയെ ഒഴിവാക്കരുത്, വിളിച്ചിരിക്കണം. യഥാർത്ഥത്തിൽ കുലദേവതയെ കൂടെ വിളിക്കുമ്പോഴാണ് നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ചില വീടുകൾ കാണാം, ഭർത്താവ് ഒരു വഴി, ഭാര്യ ഒരു വഴി, പിള്ളേർ ഒരു വഴി, അങ്ങനെയുള്ള ചില വീടുകൾ കാണാം. ഇതെല്ലാം കുലദേവതയുടെ അനുഗ്രഹം ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന, കുലദേവത ശാപം കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ്. കുലദേവതയെ വിളിക്കുമ്പോൾ ഒന്നാമത് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യം, നല്ല രീതിയിലുള്ള ആരോഗ്യം, നമുക്ക് നമ്മുടെ ദുരിതങ്ങൾ മാറുക, ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുക, പിന്നെ നല്ല സമ്പത്ത് ഉണ്ടാകുക. കുലദേവതയെ വിളിച്ചുണ്ടാകുന്ന സമ്പത്ത് ഒരിക്കലും നശിക്കത്തില്ല. എനിക്ക് പലരെ അറിയാം കേട്ടോ. ഈ കുടുംബദേവതയ്ക്ക് കൃത്യമായിട്ട് വഴിപാട് ചെയ്യുന്ന പലരും പല പ്രസ്ഥാനങ്ങളും തുടങ്ങിയിട്ട് വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്ക് പോകുന്നവരെ എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ കുടുംബദേവതയ്ക്ക് അവിടെ ഒക്കെ സ്ഥലം മേടിക്കാനൊക്കെ പൈസ കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചവരുണ്ട്, ഭൂമി ഉണ്ടായവരുണ്ട്. പലതും ചെയ്തിട്ട് രക്ഷപ്പെടാത്ത ഒരു കുടുംബദേവതയ്ക്ക് ചെയ്ത് ജീവിതം മാറിയവരുണ്ട്. ഇനി നിങ്ങൾക്ക് കുടുംബദേവത അല്ലെ കുലദേവതയെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറയാം കേട്ടോ. അതെല്ലാം കേൾക്കുക. അറിയാത്തവർക്കും അറിയുന്നവർക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് ഒന്നുകൂടെ ആവർത്തിക്കുന്നേ ഉള്ളൂ. നിങ്ങളത് അവസാനം വരെ കാണണം, അറിയണം. ചുമ്മാ ഇതൊന്നും നല്ല കാര്യങ്ങൾ അറിയാതെ പോയി ഇതിൻ്റെയൊക്കെ പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ സാറേ എൻ്റെ പൈസ പോയി, ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഇതുപോലെ നല്ല കാര്യങ്ങൾ പറയുമ്പം കേൾക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മുഴുവൻ കാണണം. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ഞാനീ പറഞ്ഞു തരുന്നത് ആ ശിവനെ ധ്യാനിച്ചു കഴിഞ്ഞ് ഭഗവാൻ തരുന്ന ഒരു ജ്ഞാനമായി പറഞ്ഞു തരുന്നത്. ഇത് മതി രക്ഷപ്പെടാൻ. അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അതായത് ഒരു കുട്ടിയും മോശമാകത്തില്ല, ഒരു കുടുംബവും മോശമാകത്തില്ല, ഒരു ഭാര്യയും ഭർത്താവും എല്ലാം നല്ല ഐക്യത്തിൽ ജീവിക്കും, ഒരു കുടുംബവും മോശമായി പോകത്തില്ല. കുലദേവത ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം തളിരിടും എന്നുള്ളതാണ് സത്യം. ഇത് പലർക്കും അറിയത്തില്ല. അതാണ് ജീവിതത്തിലെ ഏറ്റവും നാശത്തിന്റെ കാരണം. ഇനി കുടുംബദേവതയെ വിളിക്കുമ്പോൾ നമ്മൾ ആപത്തുകളിലൊന്നും പോയി ചാടത്തില്ല. സാമ്പത്തിക തട്ടിപ്പുകളെ, വെട്ടിപ്പുകളെ, ചിലർ കേൾക്കാൻ പറ്റത്തില്ല, ഗൾഫിൽ പോയിട്ട് പെട്ടുപോയി, അങ്ങനെ എത്ര ആളുകളുണ്ട്, പല ആപത്തുകളിൽ പെട്ടുപോകും. ഈ പെട്ടുപോകുന്നവർ മുഴുവൻ
ഇതുപോലെ ദൈവാധീനം ഇല്ലാത്ത കൊണ്ട് പറ്റുന്നതാണ്. മോശം ആളുകളുടെ അടുത്തായിരിക്കും ചെന്ന് ചാടുന്നത്. അത് ദൈവാധീനം ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല ആളുകളുമായിട്ട് നമുക്ക് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ നല്ല സ്ഥലത്തേ പോകത്തുള്ളൂ, നല്ല കാര്യങ്ങളിൽ ചെന്ന് പെടത്തുള്ളൂ. മോശം കാര്യങ്ങളിലേക്ക് പോയി ചാടുന്നത്, മോശം ആളുകൾ നമ്മളുമായിട്ടൊന്ന് സൗഹൃദത്തിന് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇതാണ് അതിൻ്റെ അകത്തെ കുഴപ്പം. ഇതെല്ലാം ആ ദൈവാധീനത്തിന്റെ കുറവ് തന്നെയാണ്. ഞാൻ എത്രയോ ആളുകളുടെ കൈരേഖ, ഗ്രഹനില, സംഖ്യാദോഷം, ജീവിതം, എത്രയോ ആളുകളുടെ ഞാൻ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുപോലെ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്പത്ത് കുലദേവത തരും. മാത്രമല്ല നല്ല ജോലി, നല്ല വിവാഹം, അതൊരു പ്രധാന ഘടകമാണ് നല്ല വിവാഹം വരുന്നത്. അതുപോലെ നല്ല വാഹനങ്ങളെ, നല്ല ഐശ്വര്യങ്ങളെ, ഭൂമിയെ, വീട്, നല്ല സന്താനങ്ങൾ വലിയൊരു കാര്യമാണ്. സന്താനങ്ങൾ പോയാൽ എല്ലാം പോയി, അല്ലെ വിവാഹം മോശമായി പോയാൽ എല്ലാം പോയി. പിന്നെ നല്ല വരുമാനം, ഇതെല്ലാം കുലദേവതയെ കൊണ്ടുണ്ടാകാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നിലനിൽക്കുകയും ചെയ്യും. ദിവസവും ഐശ്വര്യമായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ചെറിയൊരു കാര്യമാണ്. നിങ്ങൾ രാവിലെ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കിടക്കപ്പായി ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈശ്വരനെ വിളിക്കണം. ഈശ്വര, എല്ലാത്തിനും നന്ദി, മഹത്വം എന്ന് മനസ്സിൽ പറയുക. ഈശ്വരനോട് ഒരിക്കലും ഒന്നും അപേക്ഷിക്കേണ്ട, ഈശ്വരനെ ഒരിക്കലും നിന്ദിക്കുകയും ചെയ്യരുത്. കാരണം ഈശ്വരൻ ചെയ്യുന്നതെല്ലാം ശരിയാ. ശ്രദ്ധിച്ചു കേട്ടോണം, ഈശ്വരൻ ചെയ്യുന്നതെല്ലാം ശരിയാ. നമ്മൾ ഈശ്വരന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ഈശ്വരനെ ഒരിക്കലും നിന്ദിക്കരുത്, ഈശ്വരനെ ഒരിക്കലും പഴിക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദോഷം, നമ്മൾ ചെയ്ത പ്രവൃത്തി ദോഷമാണ്. അതുകൊണ്ട് ഈശ്വരനെ ഒരിക്കലും നിന്ദിക്കരുത്. ഈശ്വരൻ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുത് എന്നൊക്കെ, നമ്മുടെ മനസാക്ഷി ഉള്ളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേൾക്കാത്തതുകൊണ്ടാണ് ഒരിക്കലും ഈശ്വരനെ പഴിക്കരുത്. ഈശ്വരൻ നിരക്കാത്തത് നമ്മൾ ചെയ്യാതിരുന്നാൽ മതി. ഈശ്വരന് നന്ദി പറയുക, മഹത്വം പറയുക. എന്തിനാ മഹത്വം പറയുന്നത്? നമ്മൾ ഇരിക്കുന്നതിന്, നമ്മൾ നടക്കുന്നതിന്, നമ്മൾ ശ്വസിക്കുന്നതിന്, നമ്മൾ കാണുന്നതിന്, ജീവിച്ചിരിക്കുന്നതിന്, ഈ ലോകം പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നതിന് എല്ലാമാണ് ഈശ്വരന് മഹത്വം പറയുന്നത്, നന്ദി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത് ചെയ്ത ശേഷം നിങ്ങൾ എൻ്റെ കുലദേവത എന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുക. എന്നിട്ട് ഈ മന്ത്രം ജപിക്കുക. ഓം ശ്രീ കുലദേവതായേ നമ. ശ്രീന്ന് പൂജ്യമില്ല, ശ്രീന്നേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. ഓം ശ്രീ കുലദേവതായേ നമ. ഇത്രയും മതി. കുലദേവത നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇത് ചെയ്യുക. ഇനി അറിയാമെങ്കിൽ, ഇപ്പം മുരുകനാണ് നിങ്ങളുടെ കുലദേവതയെങ്കിൽ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ. ഇനി ഗണപതിയാണെങ്കിൽ ഓം ശ്രീ ഗണേശായ നമ എന്ന് ജപിക്കാം. ഇനി കുലദേവത നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഓം ശ്രീ കുലദേവതായേ നമ എന്ന് മാത്രം ജപിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്യാം. എന്നിട്ട് ഇനിയാണ് പ്രധാന കാര്യം, നിങ്ങൾ ഇച്ചിരി പച്ചക്കർപ്പൂരം മേടിക്കണം. ഇതൊരു തട്ടത്തിൽ വെച്ച് കത്തിച്ച് ഓം ശ്രീ കുലദേവതായേ നമ എന്ന് 3 തവണ കർപ്പൂരത്തെ തൊട്ട് തൊഴണം. ഇത് നിത്യവും രാവിലെ ചെയ്യുക. സന്ധ്യയ്ക്കും ചെയ്താൽ നല്ലതാണ്, അല്ല രാവിലെയെങ്കിലും ചെയ്യണം, നിത്യവും ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക്, ആ വീട്ടിലേക്ക് നിങ്ങളുടെ കുലദേവത കടന്നു വരും. പക്ഷെ നമുക്കത് ഊർജമാണ്, ശക്തിയാണ്, ചൈതന്യമാണ്, കാണാൻ പറ്റത്തില്ല. പക്ഷെ അദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കും. നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ ജീവിതം മാറ്റുന്ന, നമ്മുടെ ആ കുടുംബത്തിലെ ഓരോരുത്തരുടെയും ജീവിതം മാറാൻ തുടങ്ങും. നല്ല ജോലി തടസ്സം മാറി നല്ല ജോലി കിട്ടും. ഈ കുലദേവതയ്ക്ക് വഴിപാട് ചെയ്ത് നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ അറിയാം. അവിടെ ഒന്നും വീട്ടിൽ ഒരു മക്കളൊക്കെ നന്നായിട്ട് വരും. മക്കളും കൊച്ചുമക്കളും എല്ലാവരും നല്ലതായിട്ട് വരും. ആരും മോശമായിട്ട് പോകത്തില്ല. ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ കർപ്പൂരത്തെ തൊട്ട് 3 തവണ അങ്ങനെ പ്രാർത്ഥിക്കണം. അത് കുലദേവതയെ അറിയാവുന്നവർക്കും ചെയ്യാം, അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാം. 2 കൂട്ടർക്കും ചെയ്യാം. ഇനി കുലദേവതയെ അറിയാവുന്നവർ കുലദേവതയുടെ ഓം ശ്രീ, അതിനുശേഷം ഓം ശ്രീ, നിങ്ങൾ കുലദേവത മുരുകനാണെങ്കിൽ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ എന്നും കൂടെ ഈ മന്ത്രം ജപിച്ചിട്ട് കർപ്പൂരത്തെ തൊട്ട് 3 തവണ ജപിക്കണം. ഇനി കുലദേവതാ ക്ഷേത്രം അറിയാവുന്നവർ നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോവുക. അത് അച്ഛൻ്റെ അമ്മയുടെയും പോകാം, 2ഉം പോകാം കേട്ടോ. പോയി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. നിങ്ങളുടെ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവിടെ സമർപ്പിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നിങ്ങളെ ദിവസവും വിളിക്കണം. പോയി പറ്റുന്ന പോലെ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ ഒക്കെ വഴിപാട് ചെയ്യണം. അവിടുത്തെ പല പ്രവർത്തനങ്ങളുടെയും ഭാഗമാകണം. മനസ്സിലായോ? അതായത് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടും. ഒരുപാട് ദുരിതങ്ങൾ മാറിക്കിട്ടും. പല ദുരിതങ്ങളും മാറിക്കിട്ടും അത്ഭുതകരമായി. ഞാൻ സത്യസന്ധമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ശക്തിയുണ്ട് കേട്ടോ. അത് അറിയാവുന്നവർക്കറിയാം. കർപ്പൂരത്തെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് പച്ചക്കർപ്പൂരം മേടിക്കണം. അത് പച്ചമരുന്ന് കടയിൽ കിട്ടും. കുറച്ച് മേടിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി അല്പം ഓടിച്ച് ഒരു തട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി.
നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു എഴുതി വെച്ചു, ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്തത്. ഇതിനപ്പുറത്തൊരു അറിവില്ല, ഇതിനപ്പുറത്തൊരു വിദ്യയില്ല. ഇപ്പം ഞാൻ ഈ കുലദൈവത്തെക്കുറിച്ച് ഇത്രയും പറയാൻ കാര്യം, ഞാൻ പല ശിവവിദ്യകൾ ചെയ്യുന്ന ആളാണ്. ചെറുപ്പത്തിൽ തന്നെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ച ആളാണ്. ഒരുപാട് പ്രാണായാമങ്ങളെ, ധ്യാന വിദ്യകളെ, ഒരുപാട് സൂക്ഷ്മ വിദ്യകളൊക്കെ എൻ്റെ കഴിവല്ല, എൻ്റെ ചില അദൃശ്യന്മാരായ ചില ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട്, പരമേശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട്, പരമേശ്വരിയുടെ അനുഗ്രഹം കൊണ്ട്, അല്ലെ ഞാൻ ഏതേതോ ജന്മത്തിൽ ചെയ്ത പ്രവർത്തികളുടെ ഫലം കൊണ്ട് എനിക്കിലേക്ക് പലതും വിദ്യകളും എന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേ അതിനെല്ലാം കാതൽ എന്ന് പറഞ്ഞാൽ കുലദേവത കഴിഞ്ഞാണ് എല്ലാം. അതൊരു ജീവിതത്തിൽ ഉയർച്ചയ്ക്കാണേലും കൊള്ളാം, ഒരു ആത്മീയ ഉയർച്ചയ്ക്കാണേലും കൊള്ളാം. കുലദേവതയുടെ അനുഗ്രഹം ഇല്ലാതെ ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റത്തില്ല. കുലദേവതയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും പൂർണ്ണതയിലെത്തത്തില്ല. അതൊരു സമ്പത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉയർച്ച ആയിക്കോട്ടെ, ഒരു നല്ല ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങാനായിക്കോട്ടെ, ഒരു വീട് വാങ്ങാനായിക്കോട്ടെ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാലായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടായാലായിക്കോട്ടെ, എല്ലാം കുലദേവതയുടെ അനുഗ്രഹം ഉണ്ടായാൽ ഏറ്റവും നല്ലതായിട്ട് വരും. ഇന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. കുലദേവതയുടെ രഹസ്യം. ആദ്യം വിളിക്കേണ്ടത് വിനായകനെ, പിന്നെ കുലദേവത, പിന്നെ ഗുരുവിനെ, ഗുരുചരണം ശരണം, പിന്നെ ഇഷ്ടദേവതയുള്ളൂ. അപ്പൊ നിങ്ങൾ കുലദേവതയെ വിളിക്കണം. എല്ലാവരും ഇത് ചെയ്യണം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും, എനിക്കറിയാം കൊച്ചുകുട്ടികൾ വരെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത്. അവർക്കൊക്കെ പല മന്ത്രങ്ങളും കാണപ്പെടുക. പ്രായമായവരും കൊച്ചുകുട്ടികളും എല്ലാ തരക്കാരും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളിത് അറിയണം, നിങ്ങളിതിന്റെ പ്രാധാന്യം അറിയണം. എങ്കിലേ നിങ്ങൾക്കത് ശരിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പല ചെറുപ്പക്കാരെയും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവരും അല്ല എങ്കിലും ചിലരെയൊക്കെ ഞാൻ പലപ്പോഴും കാണാറുണ്ട്. നല്ല ആരോഗ്യമുള്ളവരായിരിക്കും, നല്ല കഴിവുള്ളവരായിരിക്കും, ഒരുപാട് കാലം ഈ ഭൂമി ജീവിക്കാൻ കഴിവുള്ളവരും മിടുക്കന്മാരായ ചെറുപ്പക്കാർ പലരും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പോൾ കൊണ്ട് ഇപ്പം വരുന്നവൻ മാറി നിന്നിട്ട് ഇങ്ങനെ ഈ നാക്കിനടി ഒരു സാധനം വെക്കുന്നതാണ്. പാൻപരാഗെന്നോ ശംഭൂന്നോ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. എടോ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒന്നും അവർ, നമ്മൾ പലരോടും പറയുന്നുണ്ടല്ലോ, അവരാരും കേൾക്കാറില്ല. ഇവരെന്തിനാ ചെയ്യുന്ന പലപ്പോഴും ചോദിക്കുമ്പോഴേ അവരുടെ കൂട്ടുകാരുടെ മുന്നിൽ മോശക്കാരാകാതിരിക്കാനും, പിന്നെ അവർക്ക് അതിൽ നിന്ന് ആ ലഹരിയിൽ നിന്ന് സുഖം കിട്ടുന്നുണ്ടെന്ന് അവർ പറയുന്നു. ശരി, ആയിക്കോട്ടെ. അപ്പം എനിക്ക് അങ്ങനെ ഉള്ളവരോട് പറയാൻ ഒരു കാര്യമുള്ളൂ. അതായത് ഞങ്ങളുടെ അടുത്ത് ഒരു ആടിനെ വളർത്തുന്ന ഒരാളുണ്ട്. അദ്ദേഹം ആടിനെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോകുമ്പം കാണാം ഇദ്ദേഹം ഈ ആടിന് ഏറ്റവും നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. പ്ലാവിലല്ലേ പോലും പലയിടത്തും പോയി പ്ലാവില പറിച്ച് കൊടുക്കും. ഏറ്റവും നല്ല രീതിയിൽ അതിനെ നോക്കുന്ന, നല്ലതായിട്ട് കുളിപ്പിക്കും. ആടിനോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അത് എന്തിനാണെന്നറിയോ? ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഏറ്റവും നല്ലതായിട്ട് നോക്കുന്നത് എന്തിനാണെന്നറിയോ? ഇദ്ദേഹത്തിന് ആടിനെ വളർത്തി വിറ്റ് ജീവിക്കുന്നല്ല, അത് അദ്ദേഹത്തിന്റെ ഒരു തൊഴിലിന്റെ ഭാഗമാണ്. അതിലേലും സാമ്പത്തികമുണ്ട്. പക്ഷെ എങ്കിലും എന്തിനാണെന്നറിയോ? നല്ല രീതിയിൽ ഇതിനെ നോക്കി നല്ല ഫുഡൊക്കെ കൊടുത്താലേ ഇതിന് നല്ല തടി വരത്തുള്ളൂ. അങ്ങനെ വിറ്റാലേ നല്ല പൈസ കിട്ടത്തുള്ളൂ. ഇതിനെ അറക്കാൻ കൊടുക്കാനാണ്. ആ സ്നേഹം അറക്കാൻ കൊടുക്കാനാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ വെക്കുന്ന തമ്പാക്ക് അല്ലെങ്കിൽ ഷാമ്പു അല്ലെ പാൻപരാഗ്, ഈ സാധനം നിങ്ങൾക്ക് ചിലപ്പോൾ അല്പനേരത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സുഖമോ അല്ലെ ലഹരിയുടെ ഒരു ഇതോ കിട്ടും. പക്ഷെ അത് നിങ്ങളെ കൊല്ലാനാണ്, നിങ്ങളെ ജീവിതം എന്നേക്ക് നശിപ്പിക്കാനാണ്, എന്നേക്കുമായി വേദനകൾ തരാനാണ്, നിങ്ങളെ നല്ലതാക്കാൻ ഉള്ളതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ അവനവന് തന്നെ നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായ ആൺകുട്ടികളെ ഞാൻ കാണാറുണ്ട്. അല്ലെ നിങ്ങൾ ഏതെങ്കിലും ഈ ആശുപത്രിയുടെ ക്യാൻസർ വാർഡിലോട്ടൊന്ന് പോവുക. ഇങ്ങനെ തമ്പാക്കൊക്കെ വെച്ചു പഴുത്ത് ഈ പഴുപ്പിറ്റിട്ട് വീണു വേദന കൊണ്ട് ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, വേദന കൊണ്ട് ഞങ്ങൾ നിൽക്കാൻ വയ്യ എന്ന് പറയുന്ന ആളുകളുടെ കരച്ചിൽ കാണണം. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ചെറുപ്പക്കാരാണ് ഇങ്ങനെ നശിക്കുന്നത് അറിയോ. അപ്പൊ എന്തായാലും നമുക്ക് പറയാനല്ലേ പറ്റത്തുള്ളൂ. പല പിന്നെ ശംഭു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നത് കൂട്ടുകാരുടെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാകാതിരിക്കാനും താനും മോശക്കാരനല്ലെന്ന് അറിയിക്കാനും വേണ്ടിയൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ശരിക്കും അവനവൻ തന്നെ ആ ഒരു കാര്യങ്ങൾ അവനവനെ തന്നെ ഇല്ലാതാക്കുന്നതല്ലേ. ഈ
ആട് വളർത്തലുകാരൻ ആടിനെ സ്നേഹിക്കുന്നത് അതിന്റെ ഇറച്ചിക്ക് വേണ്ട, അതിനെ കൊല്ലാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ പോലല്ലേ ആ സ്നേഹം. നിങ്ങൾക്ക് തരുന്ന ലഹരി തരുന്ന എല്ലാ സുഖങ്ങളും നിങ്ങളെ വളരെ ക്രൂരമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ. അത് മനസ്സിലാക്കുമ്പോഴല്ലേ, അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് പലരും വീഡിയോകൾ കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭാവിയിൽ നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ, നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ പല കൂട്ടുകാരുടെ മുന്നിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരുടെ മുന്നിൽ മോശമാകാതിരിക്കാൻ വേണ്ടി ഉടനെ ലഹരി ഉപയോഗിക്കുന്നു. ഏഹ് അത് നമുക്ക് എപ്പോഴും നമ്മുടേതായ ഒരു ഒരു കരുത്ത് വേണം മനസ്സിന്. നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളാ തീരുമാനിക്കുന്നത്. വേറൊരുത്തൻ പറഞ്ഞാൽ ഉടനെ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെള്ളമടിക്കുക, അല്ലെ തമ്പാക്ക് വെക്കുക, ഇതൊക്കെ മനസ്സിന്റെ ഒരു 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 ദൗർബല്യങ്ങളാണ്, മനസ്സിന്റെ ഒരു കഴിവില്ലായ്മയാണ്. അതിനൊക്കെയാണ് ദൈവാധീനം വേണം, നല്ല മെഡിറ്റേഷൻസ് ചെയ്യണം, നല്ല ലക്ഷ്യങ്ങൾ വേണം, നല്ല കാഴ്ചപ്പാടുകൾ വേണം കുട്ടികൾക്ക്. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പലപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യം മുഴുവൻ ആ തിരുമേനിയോട് അങ്ങ് പറയും. അതിപ്പോൾ തിരുമേനി എന്ന് പറഞ്ഞാൽ ഏത് തിരുമേനി ആയിക്കോട്ടെ, തിരുമേനി ഞങ്ങളുടെ വീട്ടിൽ അവരങ്ങനെ, ഞങ്ങളുടെ ഭർത്താവ് അങ്ങനെ, അല്ലെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ, ഞങ്ങൾ എല്ലാം അങ്ങ് തുറന്ന് പറയും. ഒരിക്കലും അങ്ങനെ പറയരുത്, അത് ഏറ്റവും അപകടമാണ്. തിരുമേനിമാരോടും നല്ല ആരോടും പറയരുത്. എല്ലാവരും നല്ല ആൾക്കാരല്ല. നല്ല ആൾക്കാർ കുഴപ്പമില്ല, എല്ലാവരും നല്ല ആൾക്കാരല്ല. ചിലർ ചൂഷണം ചെയ്യും. അപ്പൊ നമുക്കറിയാൻ പറ്റത്തില്ല ആരൊക്കെ നല്ലതാ മോശമെന്ന്. നല്ല ആൾക്കാരും ഉണ്ട്, പക്ഷെ 90% നല്ല ആൾക്കാരാ നമ്മൾക്ക് ചൂഷണം ചെയ്യത്തില്ല. എന്നാൽ ചില ആളുകൾ കാണും നമ്മളെ ചൂഷണം ചെയ്യും. ഇന്ന് ലോകത്തിൽ ചതിക്കപ്പെട്ടിട്ടുള്ളവരെല്ലാം അവര് മറ്റുള്ളവരോട് അവരുടെ കാര്യങ്ങൾ മുഴുവൻ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദുർബലരായവരെയാണ് എല്ലാവരും ചതിക്കുന്നത്. ഇപ്പം ഒരാളോട് എന്ന് വെച്ച് പറയുന്നു, എൻ്റെ പയ്യനെ വിദേശത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറയും, അയാൾ കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ദയനീയതയ്ക്ക് വേണ്ടി സഹതാപത്തിന് വേണ്ടി പറയണം, എൻ്റെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാണ്, ഞങ്ങൾക്ക് ആ ദുരിതമാണ് ഈ ദുരിതമാണ് ഇതെല്ലാം അങ്ങ് പറയും. പക്ഷെ നല്ല ആളുകളാണെങ്കിൽ കുഴപ്പമില്ല, മോശം ആളുകളാണെങ്കിൽ എന്നാ എടുക്കും, ഇവരെ ചൂഷണം ചെയ്യും. കാരണം ദുർബലരെയാണ് എപ്പോഴും ചൂഷണം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു കഴിവില്ലാതെ എല്ലാം തുറന്നു പറഞ്ഞ് നടക്കുന്നവരാണ് എല്ലാം ചതിക്കപ്പെട്ടിട്ടുള്ളത്. സ്വന്തം കഴിവിൽ വിശ്വസിക്കാതെ മറ്റുള്ളവരോടെല്ലാം വാ പോയ കോടാലി പോലെ എല്ലാം തുറന്നു പറഞ്ഞവരാണ് എല്ലാവരും ചൂഷണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ദുരിതങ്ങളോ നമ്മുടെ ദുഃഖങ്ങളോ ഒന്നും ആരോടും തുറന്ന് പറയരുത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അല്ലേ പറയാം, നമ്മുടെ അടുത്ത് അതുപോലെ വിശ്വാസമുള്ളവരോട് എല്ലാവരോട് പറയരുത്, നിങ്ങളെ ചൂഷണം ചെയ്യപ്പെടും. ദുർബലരായവരെയാണ് എല്ലാവരും ചൂഷണം ചെയ്യുന്നത്, ചതിക്കപ്പെടുന്നതല്ല. എത്രയോ സംഭവങ്ങൾ നമ്മൾ ടി വിയിലും റേഡിയോയിലും അല്ലാതെയൊക്കെ കേൾക്കാറുണ്ട്. ഓരോരുത്തർക്ക് ഗൾഫിലൊക്കെ കൊണ്ടുപോയി വീട്ടിൽ ദാരിദ്ര്യമാണെന്നൊക്കെ എല്ലാം അങ്ങ് തുറന്നു പറയും. അപ്പൊ ഇവര് നിവൃത്തിയില്ലാത്തവരെ പാവങ്ങളാണെന്ന് കണ്ടു കഴിയുമ്പോൾ ഗൾഫിലൊക്കെ കൊണ്ടുപോയി പല തട്ടിപ്പുകളിലും കൊണ്ടുപോയി പിള്ളേരെ കൊണ്ട് ചാടിക്കുന്ന എത്രയോ ആളുകൾക്ക് നമ്മൾ ടി വിയിലും റേഡിയോയിലും മറ്റിടത്തും ഒക്കെ പലരും പറഞ്ഞു വരെ കേട്ടിട്ടുണ്ട്. എത്രയോ കഥകൾ നല്ല നടക്കുന്ന സംഭവങ്ങൾ. അവരെല്ലാം ചൂഷണം ചെയ്യപ്പെടുന്നത് മറ്റുള്ളവരോട് മനസ്സ് തുറന്ന് ഉള്ളതെല്ലാം അങ്ങ് പറയും. അങ്ങനെ പറയുന്ന അപകടമാണ്. പറഞ്ഞ മനസ്സിലാവും. ചൂഷണം ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും, നിങ്ങൾക്ക് ദാരിദ്ര്യം കാണും, അത് എല്ലാവരോടും തുറന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒരിക്കലും തുറന്ന പുസ്തകമാകരുത്. നിങ്ങളെ ആരും വില വെക്കത്തുമില്ല. നിങ്ങളുടെ ആ ഇതിനെ ദുഷ്ടന്മാര്, അതായത് ചീത്ത ആളുകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളെ തന്ത്രത്തിൽ കൊണ്ടുപോയി ചതിച്ചാടിക്കും. സംശയമൊന്നും വേണ്ട. ഇപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ പല പ്രശ്നവും കാണും, ഭർത്താവുമായിട്ട് പ്രശ്നം കാണും. ഇതൊന്നും വേറെ ഒരുത്തിനോടും പറയണ്ടെന്നേ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആരോടും പറയണ്ട. അത്ര നല്ല ആളുകളാണെങ്കിൽ, അല്ലെ ബന്ധുക്കാരോ നല്ല ആളുകളോ ആണെങ്കിൽ മാത്രം പറയുക. അതും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇത് പറയേണ്ട ആവശ്യമില്ല. ഇത് എല്ലാവരും അല്ല, ചിലരിത് ചൂഷണം ചെയ്യും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. ചില കുടുംബങ്ങൾ, എത്രയോ കുടുംബങ്ങൾ അങ്ങനെ നശിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ കഴിവതും അങ്ങ് മുഴുവൻ തുറന്ന് എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് ഏറ്റവും വലിയ അപകടമാണ്. അതുപോലെ കാണുന്നവരെല്ലാം ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് നിവർത്തിയില്ല. ഈ പാവങ്ങളെ നോക്കിയിരിക്കുന്നവരുണ്ട് ചതിക്കാൻ, അറിയാവോ? കഴിവില്ലാത്തവരെ അല്ലെ പാവങ്ങളെ അല്ലെ തിരിച്ചു ചോദിക്കാൻ കഴിവില്ലാത്തവരെ, നിവൃത്തിയില്ലാത്തവരെ തന്നെ ചതിക്കാൻ നടക്കുന്ന ഫ്രോഡുകളുണ്ട്. അവരുടെയൊക്കെ മുന്നിൽ ചെന്നിട്ട് ഞങ്ങൾ പാവങ്ങളാന്ന് പറഞ്ഞ് ഉള്ളതെല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എപ്പം പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഒരിക്കലും അത് പാടില്ല കേട്ടോ.
അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ ഈശ്വരാധീനം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ ആ ശിവഭഗവാനെ വിളിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന. കാരണം ആരും ഒരു ചതിയിലും വഞ്ചനയിലും പോയി ചാടരുത്. പിന്നെ ആത്മാവിൻ്റെ ശാശ്വതമായ സ്ഥിതി എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ആത്മാവിൻ്റെ ശാശ്വതമായ സ്ഥിതി എന്ന് വെച്ചാൽ സന്തോഷമാണ്. ആ സന്തോഷത്തെ തേടിയാണ് നമ്മൾ ഈ ലോകത്തിൽ അലയുന്ന മുഴുവൻ. ആ സന്തോഷം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ സത്യസന്ധമായ പ്രാർത്ഥനയിൽ ആണ് ആത്മാവിൻ്റെ സന്തോഷം ഇരിക്കുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം മനസ്സിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, നാവുകൊണ്ട് നല്ല ഈശ്വരൻ്റെ നാമങ്ങൾ ജപിക്കുക, നന്മകൾ പറയുക, നന്മകൾ ചിന്തിക്കുക, ഈശ്വരനെ മനസ്സുകൊണ്ട് ആ ഈശ്വരനിൽ നല്ല രീതിയിൽ ഈശ്വരനെ വിളിക്കുക. അല്ലാതെ നമ്മൾ ലോകം മുഴുവൻ അലയുന്നതിലല്ല കാര്യം. ആത്മാവിൻ്റെ ശാശ്വതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷം. ആ സന്തോഷം നമ്മൾ നമശിവായ ജപിക്കുക, ഓം കൃഷ്ണായ നമ ജപിക്കുക, ശിവമന്ത്രങ്ങളെ കൃഷ്ണ എല്ലാം നമ്മൾ ആത്മാർത്ഥയോടെ ജപിക്കുക, നല്ലത് ചിന്തിക്കുക, സത്പ്രവർത്തികൾ ചെയ്യുക. പാവങ്ങളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർഹരായവരെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. പക്ഷിമൃഗാദികളെ ഇപ്പം ചിലരെന്നോട് ചോദിക്കും, സാറേ പട്ടിക്ക് വീട്ടിൽ വന്ന് പട്ടിക്ക് ആഹാരം കൊടുക്കാവോ? ഏത് ജീവിക്കും വിശക്കുന്നതിന് ആഹാരം കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അല്ലെ പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക, വൃക്ഷങ്ങളെ സംരക്ഷിക്കുക, ഇങ്ങനെ നന്മകൾ ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ആത്മാവിൽ ശാശ്വതമായ സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത്. ആ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ സിനിമ കാണാൻ പോകുന്നു, നമ്മൾ നല്ലൊരു ഒരു ടൂറ് പോകുന്നു. ഇതൊക്കെ സന്തോഷം. പക്ഷെ ഇതിനേക്കാൾ ഉപരി നമ്മൾ ഈ സത്പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സന്തോഷം ഉള്ളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ആ യഥാർത്ഥ അവസ്ഥയായ സന്തോഷം ഉള്ളിൽ ഉണ്ടാകുന്നത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.